ഗ്രീൻ ഹെവനിൽ തന്നെയാണെന്ന് ഇപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇന്ന് ഒരുപാട് സന്തോഷമുണ്ട്, അതിലേറെ സങ്കടമുണ്ട്. സങ്കടം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ബുദ്ധൻ ഒരുപാട് കാലമായി. ആ കാലത്ത് അന്ന് നമ്മൾ രണ്ടാമത് പെയിൻ്റൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു, ബുദ്ധൻ്റെ മുഖപ്രസാദമൊക്കെ മങ്ങിയിരിക്കണമെന്ന് പറഞ്ഞിരുന്നു. ബുദ്ധക്കൊതി കൊണ്ടാണെന്നറിയില്ല, ഒരാൾ ബുദ്ധനുമായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. എവിടെയെന്ന് ചോദിച്ചാൽ അങ്ങ് ദൂരെ പാറശാലയിൽ നിന്ന്, അതായത് തിരുവനന്തപുരത്ത് പാറശാലയിൽ നിന്ന് എത്തിയിട്ടുണ്ട്. വേറെ ആരുമല്ല, നമ്മുടെ ബേസിലാണ്. ഇതിന് വേറെ അധികം ഇത് വലിയൊരു സ്റ്റോറി ആട്ടോ. ഞങ്ങളുടെ ഒരു ചേച്ചിയുണ്ട്. അപ്പോൾ പുള്ളിക്കാരത്തിൽ നിങ്ങളുടെ വീഡിയോസ് ഒത്തിരി കാണുന്നതാണ്. അത് കാരണം കൂടെ പറയും കാണാനുള്ളത്. പുള്ളി പാരലൈസ്ഡ് ആണ്. അപ്പോൾ വീട്ടിലിരുന്ന് പുള്ളിയുടെ മനസ്സന്തോഷത്തിന് വേണ്ടിയിട്ട് കാണുന്നത് ആണ് എനിക്ക് ഈ ഒരു സ്പേസ് സജഷൻ പറഞ്ഞത്. ഞാൻ അടുത്ത് സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴേക്കും നമുക്ക് പറ്റുന്ന ഒരു സ്പേസ് ഇവിടെ ഉണ്ടെന്ന് മനസ്സിലായി. ഞാൻ ബുദ്ധൻ്റെ വീഡിയോ ചെയ്ത് കഴിഞ്ഞ സമയത്തൊക്കെ ഒത്തിരി ആളുകൾ പറഞ്ഞിരുന്നു കേട്ടോ, ബുദ്ധനെ ഒന്ന് ചേഞ്ച് ചെയ്യാനായി, ഒന്ന് മാറ്റണം എന്നൊക്കെ. പക്ഷെ എന്തോ അദ്ദേഹത്തിനോടൊരു വല്ലാത്ത സ്നേഹം, ആദ്യത്തെ കുട്ടി എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സ്നേഹമാണ്. പക്ഷെ ബേസിലിനെ കുറിച്ച് കൂടുതൽ പഠിച്ചു കഴിഞ്ഞപ്പോൾ ബേസിലിൻ്റെ ഓരോ വർക്കുകൾ നമ്മളൊന്ന് കാണേണ്ടത് തന്നെ. ഇതൊരു കൃഷ്ണൻ വേണം അല്ലെങ്കിൽ ഒരു ബുദ്ധൻ വേണം എന്ന് പറയുമ്പോഴേക്കും അവർ മനസ്സിൽ ഹൈ ഡീറ്റെയിൽ ആയിട്ട് പ്രതീക്ഷിക്കുകയും ചെയ്യും. എന്നാൽ ബഡ്ജറ്റ് കുറഞ്ഞ രീതിയിലായിരിക്കും അവരുടെ മൈൻഡിൽ വരിക. പക്ഷേ ഇതിനെല്ലാം നമുക്ക് വർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി ടൈം വേണം. കസ്റ്റമൈസ് ചെയ്ത് കുറേ സംഭവങ്ങൾ ചെയ്യും. നമുക്ക് ബേസ് എത്ര രൂപ മുതലുള്ള ഇതുണ്ട്? നമ്മൾ സ്റ്റാർട്ടിങ് ഒരു 3000 റേഞ്ചിനാണ് ബുദ്ധ സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ല, 1 ഫീറ്റ് ആണ് ഈ 3000 രൂപയ്ക്ക് കൊടുക്കുന്നത്. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഒരു ചെറിയതാണെങ്കിൽ നമുക്ക് റേറ്റ് പിന്നെയും കുറയോ? കുറയോന്നല്ല, ചിലപ്പോൾ കൂടും എന്നറിയാം. ചോദിക്കാൻ പ്രത്യേക കാരണമുണ്ട്. കാരണം കസ്റ്റമൈസ് ചെയ്ത് ഡീറ്റെയിലിംഗ് കൂടുന്നതിനനുസരിച്ച് ഇത് ഓൾറെഡി ഞങ്ങൾ ചെയ്ത് ഫസ്റ്റ് കോപ്പി ചെയ്ത വർക്കിന്റെ കോപ്പീസ് ആണ് സെയിൽ ചെയ്യുന്നത്. ഇനി ഒരു കസ്റ്റമർ വന്ന് എനിക്ക് വേണ്ട അളവിൽ ഒരു ഇത് ബുദ്ധ ചെയ്തു തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. ഇപ്പൊ എന്നോട് ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞ എൻ്റെ സ്ഥലം എങ്ങനെയാ കാര്യങ്ങൾ എങ്ങനെയാന്ന് പഠിച്ചിട്ടാണ്, അല്ലാണ്ട് ഒരു ബിസിനസ് എന്നുള്ള മാത്രമല്ല. ബിസിനസ് മാത്രമല്ല, കാരണം എൻ്റെ പ്രൊഫഷൻ ആർട്ടാണ്. അപ്പോൾ അതിൽ മാക്സിമം നമ്മളൊരു വർക്ക് കൊടുക്കുമ്പോൾ അത് നാളൊരു സമയത്ത് ആൾക്കാർ അതൊരു മൂലയിൽ കൊണ്ട് വയ്ക്കരുത്. അത് വയ്ക്കേണ്ട സ്പേസിൽ വയ്ക്കണം. അതിനുള്ള ആംബിയൻസ് അവർ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ഒരു വലിയ ക്വാളിറ്റിയാണ് കേട്ടോ. കാരണം മറ്റേ വേറെ ആരെങ്കിലും ആണെങ്കിലും ഏറ്റവും പൈസ കൂടിയത് അവിടെ സെറ്റ് ചെയ്തോന്ന് പറയുകയാണ് ചെയ്യുക. പക്ഷേ ഇതല്ല ഉണ്ടായിട്ടുള്ളത്. അപ്പം അങ്ങനത്തെ ഒരാൾ കൂടിയാണ്. പിന്നെ ഒരു കാര്യം കൂടെ, എനിക്ക് ഇത് പുറത്ത് വെക്കാൻ കഴിയുമോ? വെയിലും മഴയും കൊണ്ടിട്ടുള്ള ഉറപ്പായിട്ടും വെക്കാം. നമ്മൾ 2 മെറ്റീരിയലാണ് ചെയ്യുന്നത്. ഫൈബറിൽ ചെയ്യുന്നുണ്ട്, സിമെന്റിൽ ചെയ്യുന്നുണ്ട്. ഞാൻ മെയിൻ ആയിട്ട് ഔട്ട്സൈഡ് പ്രിഫർ ചെയ്യുന്നത് സിമെന്റ് ആണ്. ലൈഫ് ലോങ് ഇരുന്നോളും. സിമെന്റ് ഭയങ്കര വെയിറ്റ് വരില്ല ബേസിൽ? വെയിറ്റ് ഉണ്ട്. കാരണം അത്യാവശ്യം വെയിറ്റ് വേണം. വർക്കിന് ഒരു വെയിറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ രസം ഉണ്ടാവും. ബുദ്ധനെ നമ്മൾ ഉചിതമായിട്ടുള്ള ഒരു സ്പേസിൽ കൊണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലുള്ള വർക്കുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ആർട്ട് വർക്കിനെയും അതുപോലെ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു സർവീസ്, അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ഫ്രം ഗ്രീൻ ഹെവൻ.